ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെബാമെഡിൻ്റെ 2-3 പ്രൊഡക്ട്സിനെ പരിചയപ്പെടുത്താനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ 3 പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിതൊരു റിവ്യൂ ആയിട്ട് ഇടാനായിട്ടുള്ള കാരണം. അപ്പോൾ ഈ 3 പ്രൊഡക്ട്സും ഒരു 1.5 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണ പ്രൊഡക്ട്സാണ് കേട്ടോ. ഇതിൻ്റെതൊരു ഓയിലി സ്കിന്നാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിന് മാച്ച് ആവണ ഒരു ടോണറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കിത് ഒറ്റയടിക്ക് ഒരുമിച്ച് കിട്ടിയതല്ല കേട്ടോ. ആദ്യം ഞാൻ ഈ സെബാമെഡിൻ്റെ ടോണർ മാത്രമാണ് യൂസ് ചെയ്തത്. പിന്നീടായിട്ടാണ് ഞാൻ ഈ സൺസ്ക്രീനും അതുപോലെ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്കിൻ കെയറിലെ ബേസ് ആയിട്ടുള്ള ടോണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ടോണർ എന്നുള്ളത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല നമ്മുടെ സ്കിൻ കെയറിൽ. പക്ഷേ എങ്കിലും എനിക്കിത് കുറച്ച് ബെനിഫിഷ്യലായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. കാര്യം ഇത് യൂസ് ആക്കിയതിന് ശേഷം എൻ്റെ സ്കിന്നിൽ കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം പിമ്പിൾസ് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡെഡ് സ്കിന്നും ഒരുപാട് റിമൂവ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സെബാമെഡ് യൂസ് ചെയ്യണേക്കാൾ മുൻപ് കുറച്ച് റോസ് വാട്ടർ യൂസ് ചെയ്തായിരുന്നു. പക്ഷേ റോസ് വാട്ടർ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഡാർക്കാവാൻ, ഫേസ് കുറച്ചും കൂടി ഇങ്ങനെ ഡാർക്കായതുപോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ സെബാമെഡിൻ്റെ ഫേഷ്യൽ ടോണറിലേക്ക് സ്വിച്ച് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു ഇത് കണ്ടിട്ട് ഒന്നും തോന്നരുത് കേട്ടോ. കാര്യം ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇട്ടിട്ട് അതിൽ കുറച്ച് കൺമഷിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പാക്കിങ് നോക്കാം കേട്ടോ. പാക്കിങ്ങൊക്കെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇത് കൊണ്ടുപോകാറുണ്ട്. അപ്പോഴൊന്നും ലീക്കൊന്നും ആവാറില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനൊരു വാട്ടറാണ് കേട്ടോ. ഈ വാട്ടറിൻ്റെ ഒരു ടെക്സ്ചറിലാണ് വരുന്നത്. ഞാനിത് യൂസ് ആക്കാറുള്ളത് ഒരു കോട്ടൺ പാഡ് വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോട്ടൺ പാഡ് അല്ലാതെ ജസ്റ്റ് ഒന്ന് ആക്കി കാണിച്ചു തന്നതാണ്. ഇപ്പം ഞാൻ കോട്ടൺ പാഡിലും കൂടി കാണിച്ചു തരാം. ഇതുപോലെ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് സെബാമെഡിൻ്റെ ഈ ഒരു ടോണർ ഒഴിക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ വൈപ്പ് ഔട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഞാൻ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ അത്ര കണ്ട് അങ്ങനെ അഴുക്കൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ഫേസിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഫേസിൽ ഞാനിതൊന്ന് വൈപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം ഇതേ കണ്ടില്ലേ, ഇത്രയും ഡേർട്സ് ആണ് കേട്ടോ എൻ്റെ സ്കിന്നിൽ. അപ്പോൾ നമ്മൾ ഈ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ടോണർ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ. കാര്യം രാത്രി നമ്മൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ഈ ഒരു ടോണർ ഇതുപോലെ നമ്മുടെ ഫേസിൽ ഇട്ട് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് ഡേർട്സ് ഉണ്ടാവും. അതൊക്കെ നമുക്കിങ്ങനെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ സ്കിന്നിൽ ഇത്രത്തോളം ഡേർട്ട് ഉണ്ടാവും. ഒരിക്കലും നമുക്ക് ഒരു ഫേസ് വാഷ് ഇട്ടത് കൊണ്ട് മാത്രം ഈ ഒരു ഡേർട്ട് മുഴുവൻ പോകുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഡേർട്ട് നമുക്ക് ഒന്ന് പുറത്ത് പോയി വന്നാൽ തന്നെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ഇതൊരുപാട് യൂസായിട്ട് തോന്നിയിട്ടോ. ഞാൻ വേറെ എക്സ്ട്രാ ക്ലെൻസറോ അങ്ങനെ ഒന്നും യൂസ് ആക്കാറില്ല. ഈ സെബാമെഡിൻ്റെ ഈ ഒരു ടോണർ മാത്രമാണ് കേട്ടോ യൂസ് ആക്കാറുള്ളത്. എനിക്ക് അതിൽ തന്നെ ഒരുപാട് ഡെഡ് സ്കിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡേർട്ട് അതെല്ലാം തന്നെ ഇതിൽ തന്നെ റിമൂവ് ആവാറുണ്ട് കേട്ടോ. ഇതിൽ അതുപോലെ തന്നെ സെബാമെഡിൻ്റെ എല്ലാ പ്രൊഡക്ട്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ അതിൻ്റെ ഹൗ ടു യൂസും എല്ലാം തന്നെ അതിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിലും കറക്റ്റായിട്ട് എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോണത് സെബാമെഡിൻ്റെ തന്നെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ്. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഇത് യൂസ് ആക്കാവുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിലും ഇതേപോലെ അപ്പോൾ നമ്മൾ കാണിച്ച് ആ ടോണറിലുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിമ്പിൾസിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറായിട്ടാണ് ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും കറക്റ്റ് ആ ഒരു ടോണറിൻ്റെ സെയിം ഇൻഗ്രീഡിയൻസും സെയിം കാര്യങ്ങളും സെയിം കണ്ടൻസും ഒക്കെ തന്നെയാണ് ഈ ഒരു മോയ്സ്ചറൈസറിലും ഉള്ളത്. അപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും ടോണർ യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യാറ്. ഇതാണ് കേട്ടോ മോയ്സ്ചറൈസറിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ ഒരു ജെൽ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ളൊരു
എക്സ്ട്രാ കളേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യാത്ത ഒരു നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്. അതോടൊപ്പം തന്നെ എനിക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഹൈഡ്രേറ്റ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. സാധാരണ ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ നമുക്ക് ഫേസിൽ അപ്ലൈ അല്ലെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത്രത്തോളം നമുക്ക് മോയ്സ്ചറൈസ് ആവാറില്ല. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് അപ്ലൈ ചെയ്താൽ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസർ ആയതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ടോണർ കുറച്ചൊരു ചെറുതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒട്ടൽ ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കതൊരു കറക്റ്റ് എനിക്കൊരു നല്ലൊരു ഹൈഡ്രേഷൻ ആ ഒരു ഫീൽ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ സെക്കൻഡ് അപ്ലൈ ചെയ്യാറാണ് പതിവ്. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണത് കൊണ്ട് എനിക്ക് എക്സ്ട്രാ പിമ്പിൾസ് ഒന്നും വരണില്ല. പിന്നെ ഇത് ഒരുപാട് ഓയിലി ആക്കൊന്നുമില്ല. അതുപോലെ തന്നെ മാറ്റി ഫിനിഷിങ് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടാറുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് ഓയിലി ആവാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസറിൽ എത്ര നേരം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ആ ഒരു ഓയിലി ആയിട്ട് തോന്നണില്ല. നമ്മുടെ ഫേസ് കുറേ നേരം തന്നെ ഈ ഒരു മാറ്റിങ് ഫിനിഷിങ്ങോടെ തന്നെ നിൽക്കാറുണ്ട്. ഒരുപാട് ഓയിലി ആക്കണില്ല കേട്ടോ സ്കിന്നിനെ. അടുത്തതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത് സെബാമെഡിൻ്റെ തന്നെ ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ ഈ സൺസ്ക്രീനും ഞാൻ വാങ്ങിയിട്ട് കുറച്ച് റീസെൻ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചത്. ബാക്കി രണ്ടെണ്ണം ഞാൻ ഇതിന് മുൻപ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ റീസെൻ്റായിട്ട് ഒരു 6 മാസമായിട്ടുള്ളൂ കേട്ടോ വാങ്ങിയിട്ട്. പക്ഷേ ഇതൊരു എനിക്ക് എൻ്റെ ഓയിലി സ്കിന്നായിട്ട് പോലും ഈ ഒരു ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ ആയിട്ട് പോലും എനിക്കിത് യൂസ് ആക്കുമ്പോൾ എക്സ്ട്രാ പിമ്പിൾസ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഓയിലി ആക്കുന്നില്ല. എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു സൺസ്ക്രീൻ കൂടിയാണ് കേട്ടോ. ഞാനിതിന് മുൻപ് കുറച്ച് സൺസ്ക്രീൻസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു സൺസ്ക്രീന് ഞാനിപ്പോഴാണ് യൂസ് ആക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു സൺസ്ക്രീനായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ കണ്ടൻസ് എല്ലാം തന്നെ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും കൂടുതലായിട്ട് പറഞ്ഞു തരാനായിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നതൊക്കെയാണ് കേട്ടോ ഞാനീ പറയണത്. പിന്നെ അതിലുള്ള കണ്ടൻസ് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ എത്രത്തോളം അത് മോശമാണോ എന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഓരോ പ്രൊഡക്ട്സും ഞാൻ യൂസ് ആക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ കൂട്ടത്തിലുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഈ മൂന്നും. പിന്നെ ഞാൻ ഈ സൺസ്ക്രീനും ആദ്യം കാണിച്ചിട്ടുള്ള ടോണറും അബ്രോഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് മോയ്സ്ചറൈസർ നാട്ടിൽ നിന്നാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മുടെ സൺസ്ക്രീനിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ ഒരു സൺസ്ക്രീന് SPF 50 ഉള്ള സൺസ്ക്രീനാണ്. അപ്പോൾ ഹൈ പ്രൊട്ടക്ഷനാണ് ഈ ഒരു സൺസ്ക്രീനിന് അവർ തന്നിട്ടുള്ളത് കേട്ടോ. അവർ പറഞ്ഞിട്ടുള്ളത് ഹൈ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സൺസ്ക്രീന് എന്ന് പറയുമ്പോൾ 3 hours കൂടുമ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ ഈ ഒരു സൺസ്ക്രീനിൻ്റെയും പാക്കേജിങ്ങും എല്ലാം തന്നെ നല്ല ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത്. ട്രാവലിങ്ങിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കമത്തി പിടിച്ചങ്ങോട്ട് ഒഴിക്കരുത്. ഇപ്പോൾ ഒരുപാട് അങ്ങോട്ട് വരും. അപ്പോൾ അത്രത്തോളം നമുക്ക് സൺസ്ക്രീന് ആവശ്യമില്ല. ശരിക്കും ഇത് കണ്ടില്ലേ, ഈ ഒരു സൺസ്ക്രീന് കുറച്ച് അപ്ലൈ ചെയ്താൽ തന്നെ ഒരുപാട് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീന് ഇത്ര മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സാധാരണ സൺസ്ക്രീന് ചിലർ പറയും 3 fingers യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ. പക്ഷേ എനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നത് ഒരു സൺസ്ക്രീന് യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഫിംഗറിൻ്റെ ടിപ്പിൽ അത്രമാത്രം യൂസ് ചെയ്താൽ മതി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ കണ്ടില്ലേ, അപ്ലൈ ചെയ്ത് അപ്പം തന്നെ നമുക്ക് ഒരുപാട് വൈറ്റ് കാസ്റ്റ് ഒന്നും തരുന്നില്ല. പക്ഷേ അപ്പം തന്നെ വേഗം മെൽട്ടായി നമ്മുടെ സ്കിന്നുമായിട്ട് യോജിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വൈറ്റ് കാസ്റ്റ്, ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്, എന്നാലും കൂടിയിട്ട് ഒരുപാട് നമുക്കതൊരു കിട്ടണില്ല. കണ്ടില്ലേ, ഈ ഒരു ഫിംഗർ ടിപ്പിൽ ഇത്രത്തോളം മാത്രമാണ് നമുക്ക് സൺസ്ക്രീന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സൺസ്ക്രീന് കുറച്ച് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കുറേ നമ്മുടെ ഫേസ് ഫുൾ കവർ ആവണുണ്ട്. അപ്പോൾ ഈ ഒരു ഫിംഗർ ടിപ്പിൽ ഇത്ര യൂസ് ചെയ്താൽ തന്നെ നന്നായിട്ട് നമ്മുടെ ഒരു ഓവറോൾ ഫേസ് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിത് കുറേ കാലം യൂസ് ചെയ്യാനായിട്ടും കഴിയും. ഇതിത്തിരി ഇപ്പോൾ ഈ 3 കാര്യങ്ങളും അതെ കുറച്ച് എക്സ്പെൻസീവാണ്. സെബാമെഡിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. പക്ഷേ ഇത് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം കാലം യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്ട്സിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.